ആരായിരുന്നു യഥാർത്ഥത്തിൽ ഹൾക്ക് ഹോഗൻ? എങ്ങനെയാണ് ഹൾക്ക് ഹോഗൻ ഇത്രയും പ്രശസ്തനായത്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള നമ്മുടെ കേരളത്തിലും ലോകത്തിൻ്റെ മറ്റ് എല്ലാ കോണിലും ഹൾക്ക് ഹോഗൻ മരണപ്പെട്ട വാർത്ത ഇത്രയും ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? നമുക്ക് നോക്കാം ഹൾക്ക് ഹോഗൻ്റെ ജീവിതകഥ. 1953 അമേരിക്കയിലെ ജോർജിയ എന്ന സ്ഥലത്ത് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പിറ്റേറോ ബൊളിയുടെയും നൃത്ത അധ്യാപികയായ റൂത്തിൻ്റെയും മകനായി ഓഗസ്റ്റ് 11 ജനനം. ഹൾക്ക് ഹോഗൻ എന്നത് റെസ്ലിംഗ് റിങ്ങിലെ കഥാപാത്രത്തിന് വേണ്ടി ഉപയോഗിച്ച പേര് മാത്രമായിരുന്നു. യഥാർത്ഥ പേര് ടെറി ജീൻ ബൊളിയ എന്നായിരുന്നു. കുട്ടിക്കാലത്തെ ബേസ്ബോൾ കളിയോടായിരുന്നു ഹോഗൻ്റെ താല്പര്യം. 16-ാം വയസ്സിലാണ് ആദ്യമായി പ്രൊഫഷണൽ റെസ്ലിങ്ങിനെ കുറിച്ച് അറിയുന്നതും കാണുന്നതും. അന്നത്തെ സൂപ്പർ താരങ്ങളെ കണ്ടു വളർന്ന ഹോഗൻ്റെ മനസ്സിൽ അവരെ പോലെയൊക്കെ ആകണമെന്നുള്ളൊരു ചിന്തയാണ് ഹോഗനെ ആദ്യമായി റെസ്ലർ ആകണം എന്നുള്ളൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ റെസ്ലിങ്ങിനോടുള്ളൊരു ഇഷ്ടത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ റെസ്ലിങ്ങിനോട് മാത്രമായിരുന്നില്ല ഹോഗൻ്റെ താല്പര്യം. സംഗീതത്തിലും ഹോഗന് വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഒരു ഗിറ്റാറിസ്റ്റ് കൂടിയായിരുന്നു. 1976 സുഹൃത്തുക്കളുടെ കൂടെ റക്കസ് എന്ന ഒരു മ്യൂസിക് ബാൻഡും ഹോഗൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലോറിഡ സംസ്ഥാനത്തിൽ ചെറിയ രീതിയിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്ന ഇവരുടെ ബ്രാൻഡിൻ്റെ പരിപാടികൾ കാണാൻ വേണ്ടി വന്ന ചില റെസ്ലേഴ്സാണ് ഹൾക്ക് ഹോഗൻ്റെ മസിലുകൾ കണ്ട്, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൊക്കെ കണ്ട് ആദ്യമായിട്ട് റെസ്ലിംഗ് മേഖലയിൽ അദ്ദേഹത്തിന് ഭാവിയുണ്ട് എന്നുള്ളത് പറയുന്നത്. അങ്ങനെ 1976 ഒരു ട്രെയിനിങ് അക്കാദമിയിലേക്ക് ഹോഗനെ കൊണ്ടുപോയെങ്കിലും ആദ്യഘട്ടം ഹോഗനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. ട്രെയിനിങ്ങിനിടെ കാല് ഒടിയുകയും 10 ആഴ്ചകൾ പരിക്ക് മാറാൻ വേണ്ടി മാറ്റി വെക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരികെ ട്രെയിനിങ്ങിലേക്ക് എത്തിയ ഹോഗൻ തൻ്റെ പരിക്കിൻ്റെ പിടിയിലേക്ക് തള്ളിവിട്ട റെസ്ലറിനെ തറപ്പറ്റിച്ചുകൊണ്ട് റെസ്ലിംഗ് ആണ് തൻ്റെ ഭാവി എന്നുള്ളതിൽ അടിവരയിടുന്നു. പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയർ ആരംഭിക്കുന്ന ഹൾക്ക് ഹോഗൻ്റെ ആരംഭം ഒരു ടാഗ് ടീം റെസ്ലിംഗിലൂടെ ആയിരുന്നു. അങ്ങനെ CWA എന്ന കമ്പനിയിലേക്ക് ആഴ്ചയിൽ $800 സാലറി എന്ന നിലയിൽ ഇവർ ആദ്യമായി കരാറിലേക്ക് എത്തുന്നുണ്ട്. 1979 ആകുമ്പോൾ ഹൾക്ക് ഹോഗൻ ഇൻഡിവിജ്വൽ കരിയറിലേക്ക് തിരിയുന്നുണ്ട്. 1979 തന്നെ NWA എന്ന കമ്പനിയിലൂടെ സൗത്ത് ഈസ്റ്റേൺ ഹെവിവെയ്റ്റ് ചാമ്പ്യൻ എന്ന ആദ്യ ചാമ്പ്യൻഷിപ്പ് വിജയം നേടിയെടുക്കാനും ഹോഗന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 1979 അവസാന മാസം ആകുമ്പോഴേക്കും ഹൾക്ക് ഹോഗൻ അന്നത്തെ WWF ഇന്നത്തെ WWEയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഹൾക്ക് ഹോഗൻ എന്ന റിംഗ് നെയിം ആദ്യമായി മത്സരത്തിന് വേണ്ടി താരം ഉപയോഗിക്കുന്നത്. അതുവരെ സ്വന്തം പേരിലായിരുന്നു ഹോഗൻ റെസ്ലിംഗ് റിംഗിൽ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. WWE കരാറിൽ ഉള്ളപ്പോൾ തന്നെയായിരുന്നു ജപ്പാൻ കമ്പനിയായ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലും ഹോഗൻ 1980 ഡെബ്യൂ മത്സരം കളിക്കുന്നത്. ആദ്യത്തെ IWGP ചാമ്പ്യൻ എന്ന വലിയൊരു വിജയമാണ് അവിടെ ഹോഗന് നേടിയെടുക്കാൻ സാധിച്ചത്. ഹൾക്ക് ഹോഗൻ്റെ കരിയറിലെ ആദ്യ സിനിമ എന്ന് പറയുന്നത് റോക്കി 3 എന്ന സിനിമയായിരുന്നു. ആ സിനിമയിലേക്ക് അഭിനയിക്കാൻ അവസരം തേടി വന്നത് ഹോഗൻ ഇരു കൈ നീട്ടി സ്വീകരിച്ചത് ഇഷ്ടപ്പെടാത്ത വിൻസ് മിക്മാൻ്റെ അച്ഛൻ 1981 ഹോഗനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം തിരികെ മറ്റു കമ്പനികളിൽ വന്ന് മത്സരിച്ച ഹോഗൻ അവിടെയെല്ലാം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനും ആരംഭിച്ചിരുന്നു. റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഹോഗൻ്റെ പേര് അപ്പോഴേക്കും അറിയപ്പെടുന്ന രീതിയിലേക്കും മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1983 വിൻസ് മിക്മാൻ കമ്പനി അച്ഛനിൽ നിന്നും ഏറ്റെടുത്തതിന് ശേഷം ഹൾക്ക് ഹോഗനെ തിരികെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഹൾക്കാമേനിയ എന്ന ഇതുവരെ റെസ്ലിംഗ് ലോകം കാണാത്ത മറ്റൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. പതിയെ കാണികൾ വെറുത്തിരുന്ന വില്ലന്മാരെ പരാജയപ്പെടുത്തിയ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ കഥാപാത്രത്തിലേക്കുള്ള ഹോഗൻ്റെ വഴി എന്നും ചരിത്രത്തിൽ മാറ്റിക്കുറിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളതായി മാറുകയും ചെയ്തു. 1985 കൊണ്ടുവന്ന റെസൽമേനിയ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ റെസ്ലിംഗ് പ്രോഗ്രാമിൻ്റെ ആദ്യ 9 ഇവൻറ്റുകളിൽ 8 ഹെഡ്ലൈൻ മത്സരം കളിക്കാൻ ഇറങ്ങിയത് സാക്ഷാൽ ഹൾക്ക് ഹോഗൻ ആയിരുന്നു. ഈ കാലയളവിൽ 5 തവണ WWE വേൾഡ് ചാമ്പ്യൻ ആകുവാനും ഹൾക്ക് ഹോഗനെ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ 1474 ദിവസം ഒരു ചാമ്പ്യൻഷിപ്പ് പരാജയപ്പെടാതെ കൈവശം വെച്ചു എന്ന റെക്കോർഡ് ഇപ്പോഴും ചരിത്രത്തിൽ 3-ാം സ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. റോയൽ റംബിൾ മത്സരങ്ങളിൽ ആദ്യമായി തുടർച്ചയായി വിജയിച്ച റെസ്ലർ എന്ന റെക്കോർഡും ഹൾക്ക് ഹോഗൻ്റെ പേരിലായിരുന്നു. 90-ലും 91-ലുമായിരുന്നു ആ ഒരു റെക്കോർഡ് സ്ഥാപിച്ചത്. 1994 WCW എന്ന കമ്പനിയിലേക്ക് എത്തിയ ഹൾക്ക് ഹോഗൻ WWEയിൽ കണ്ടുവന്ന സൂപ്പർ ഹീറോ എന്ന കഥാപാത്രത്തിൻ്റെ നേർ വിപരീതം എങ്ങനെ ആയിരിക്കണമെന്ന് തുറന്നു കാണിച്ച തരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്.
1996 ന്യൂ വേൾഡ് ഓർഡർ NWO എന്ന ഗ്രൂപ്പിന് തുടക്കം കുറിച്ച ഹൾക്ക് ഹോഗൻ പിന്നീട് അങ്ങോട്ട് WWEയുമായിട്ടുള്ള മൺഡേ നൈറ്റ് വാറിൽ WCWൻ്റെ മുഖമായി നിൽക്കുകയായിരുന്നു. അതിനിടയിൽ WCWൻ്റെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് 6 തവണ വിജയിക്കാനും ഹോളിവുഡ് ഹോഗന് സാധിച്ചിരുന്നു. 2002 WWE എന്ന് പറയുന്ന കമ്പനി WCWയെ വാങ്ങിയപ്പോൾ WWEയിലേക്ക് തിരികെ വന്ന ഹൾക്ക് ഹോഗൻ WWE കരിയറിലെ 6ാമത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പും അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് TNA റെസ്ലിംഗിലൊക്കെ പോയി പങ്കെടുത്തെങ്കിലും അദ്ദേഹത്തെ അപ്പോഴേക്കും പ്രായം തളർത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2005ലും 2020ലും WWE ഹോൾ ഓഫ് ഫെയിമറാക്കി വലിയ രീതിയിൽ ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും വ്യത്യസ്തമായ വിവാദങ്ങൾ വ്യത്യസ്ത വർഷങ്ങളിൽ ഹോഗൻ്റെ കൂടപ്പിറപ്പ് പോലെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പലതരത്തിൽ നടത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നും റെസ്ലിംഗ് മേഖലയിലെ വിവാദ നായകനാക്കി ഹോഗന് മറ്റൊരു ഇമേജ് കൂടി നൽകുന്നുണ്ടായിരുന്നു. റെസ്ലിംഗ് റിങ്ങിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രൻസ്, അദ്ദേഹം ടീഷർട്ട് കീറിക്കളയുന്ന രീതി, അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ പോസുകൾ, ഫിനിഷിംഗ് മൂവ്, ഇതൊന്നും അനുകരിക്കാത്ത ഒരു പ്രൊഫഷണൽ റെസ്ലറും ഇന്നുണ്ടായിരിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2025 ജൂലൈ 24 നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹം ലോകത്തോട് വിട പറയുകയായിരുന്നു. സ്പോർട്സ് മേഖലയെ സംബന്ധിച്ച് ഹൾക്ക് ഹോഗനെ പോലെ ഇത്രയും ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള റെസ്ലർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോഴും ഒരു ചോദ്യം മാത്രമായി അവശേഷിക്കുന്നു.